തൃശൂർ പൂരം മലങ്കോലമാക്കിയതിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതാണ് DGPയുടെ റിപ്പോർട്ട്. യുക്തമായ നടപടി എടുക്കും എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പൂരം കലക്കലിൽ ADGPക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മന്ത്രി വിളിച്ചിട്ട് പോലും MR അജിത് കുമാർ ഫോൺ എടുത്തില്ല എന്നും റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. വീഴ്ച കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. ആറാനന്ദർഷം വിവരങ്ങൾ നൽകും. അനന്തൻ, ഈ കാര്യത്തിൽ ആദ്യം ഒരു റിപ്പോർട്ട് വന്ന സമയത്ത് DGPക്ക് അതിൽ കൃത്യമായ എതിർപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാണ്, കണ്ടെത്തലുകൾ പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെ പരാമർശങ്ങളാണ്? യുക്തമായ നടപടി എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവ സ്വഭാവമുള്ള നടപടി എന്ന നിലയ്ക്ക് തന്നെ വായിക്കാമോ? സമീപകാലത്ത് മാധു, കേരള രാഷ്ട്രീയത്തിലുണ്ടായ പ്രധാനപ്പെട്ട വിവാദങ്ങളിലൊന്നാണ് തൃശൂർ പൂര വിവാദം. അത് BJP CPM ബന്ധം ആരോപിക്കപ്പെട്ടിരുന്നു, BJP ADGP ബന്ധം ആരോപിക്കപ്പെട്ടിരുന്നു. പ്രതിപക്ഷം വലിയ ആയുധമായി തൃശൂർ പൂരത്തെ സർക്കാരിനെതിരെ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് അന്വേഷിച്ചത് ADGP MR അജിത് കുമാറിന്റെ വീഴ്ചകൾ സംബന്ധിച്ചാണ്. ഈ മാസം 30-ന് ഷേഖ് ദർവേസ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കാനിരിക്കെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിന് ഗുരുതരമായ വീഴ്ച പറ്റി, കൃത്യവിലോപം കാട്ടി എന്ന് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഒരു ഡ്യൂട്ടി എന്ന നിലയ്ക്ക് തന്നെയാണ് ADGP MR അജിത് കുമാർ തൃശൂർ പൂര സമയത്ത് തൃശൂർ ഉണ്ടായിരുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെടും എന്നുള്ളത് സംബന്ധിച്ച് മുൻകൂട്ടി അറിവുകൾ ഈ MR അജിത് കുമാറിന് ഉണ്ടായിരുന്നു. അത് പല രൂപത്തിൽ ആ പൂരം നടത്തിപ്പിനിടയിൽ പകലൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പല കോണുകളിൽ നിന്ന് ADGPക്ക് നേരിട്ട് തന്നെ ഈ തൃശൂർ പൂരം നടത്തിപ്പിൽ അപാകതകളുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. എന്നിട്ട് പോലും തൃശൂർ പൂരത്തിന്റെ പ്രധാന ചടങ്ങുകൾ രാത്രിയിൽ അലങ്കോലപ്പെടുന്ന സമയത്ത് അതിലിടപെടാൻ ADGP തയ്യാറായില്ല. അതിനൊപ്പം തന്നെ മന്ത്രി അടക്കം ADGPയെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോണിൽ കിട്ടിയതുമില്ല. ആ ഫോൺ എടുക്കാതിരുന്നത് തന്നെ ഗുരുതരമായ കൃത്യവിലോപമാണ്. ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ സ്ഥലത്തുണ്ടായിട്ട് ആ രീതിയിൽ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് DGPയുടെ ഈ റിപ്പോർട്ടിലുള്ളത്. അതിനൊപ്പം തന്നെ ഈ ഒരു കൃത്യവിലോപം കാട്ടിയതിന്റെ പേരിൽ നടപടി അടക്കം എടുക്കാം എന്നും, എന്നാൽ എന്ത് നടപടി വേണം എന്നുള്ളൊരു ശുപാർശ DGPയുടെ റിപ്പോർട്ടിലില്ല. ഇനി ADGPക്കെതിരെ ഗുരുതരമായ ആരോപണമുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് MR അജിത് കുമാറിനെതിരെ സർക്കാർ എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കൗതുകം. ഏതായാലും സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ട 6 പേരുടെ പട്ടിക സർക്കാർ അയച്ചിട്ടുണ്ട്. അതിൽ 6ാമത്തെ പേരാണ് MR അജിത് കുമാറിൻ്റേത്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയം, ഈ MR അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരുമോ എന്നൊക്കെയുള്ള കാര്യം ചർച്ച ചെയ്യുകയാണ്. പക്ഷെ അതിന് വിദൂരമായ സാധ്യതകളാണുള്ളത്. പക്ഷേ ഷേഖ് ദർവേസ് സാഹിബ് വിരമിക്കുമ്പോൾ DGP റാങ്കിലേക്ക് ADGP MR അജിത് കുമാർ ഉയർത്തപ്പെടേണ്ട ഒരു ഘട്ടമാണിപ്പോൾ. അദ്ദേഹത്തിന് DGPയെ പ്രൊമോഷൻ നൽകേണ്ട ഒരു ഘട്ടമാണ്. ആ പ്രൊമോഷനെ ഈ റിപ്പോർട്ട് ബാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായിരിക്കുന്നത്. ഏതായാലും അതുൾപ്പെടെയുള്ള നടപടികൾ സംബന്ധിച്ച് സർക്കാരാണ് ഇനി വ്യക്തമാകേണ്ടത്. അതല്ല, ഇത്രയും വലിയ വിവാദമായ ഒരു സംഭവത്തിൽ ആരോപണ വിധേയനായി സംസ്ഥാന പോലീസ് മേധാവി തന്നെ കണ്ടെത്തിയ മുതിർന്ന IPS ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാതെ ഒഴിഞ്ഞുമാറാനാണോ സർക്കാർ ശ്രമിക്കുന്നതെന്നുള്ള കാര്യവും, അത് അങ്ങനെ വരികയാണെങ്കിൽ അതും ചോദ്യം ചെയ്യപ്പെടും. പ്രതിപക്ഷം അത് വലിയ ആയുധമാക്കുകയും ചെയ്യും ഉറപ്പായിട്ടും.